ഹായ്, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള 5 വീഡിയോകളുടെ പ്ലാനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഹനീത്, അനുരാജിന്റെ പരിപാടിയിലേക്ക് എല്ലാവരും സ്വാഗതം. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് 4 സെന്റ് പ്ലോട്ടിനോട് തയ്യാറാക്കിയിട്ടുള്ള 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 384-174 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 360-400 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. അടുത്തായി ഡൈനിങ് ഏരിയ ആണ്. 474-310 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് കിച്ചൺ, വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300-400 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 414-330 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. അടുത്തത് 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന 1796 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 6.5 സെന്റ് പ്ലോട്ടിലേക്കാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു പോർച്ച് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട്. 450-150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അടുത്ത ലിവിംഗ് ഏരിയ ആണ്. 402-330 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ, വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 350-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതേ പ്ലാനിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. 402-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. അടുത്ത 4.25 സെന്റ് പ്ലോറിനോട് തയ്യാറാക്കിയിട്ടുള്ള 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനാണ്. 3 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 230-190 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. ഇവിടെയായിട്ട് ലിവിംഗ് സ്പേസ് കാണാവുന്നതാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. അടുത്ത ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ കിച്ചൺ, വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 360-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. അടുത്ത നോക്കാൻ പോകുന്ന 5 സെന്റ് പ്ലോട്ടിനോട് തയ്യാറാക്കിയിട്ടുള്ള 990 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന 2 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട്. 348-144 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അടുത്ത ലിവിംഗ് ഏരിയ 300-450 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. ഇത് ഡൈനിങ് ഏരിയ ആണ്. ഇത് ആദ്യത്തെ ബെഡ്റൂം. 336-396 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. 300-300 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് കിച്ചൺ. അവസാനമായിട്ട് നോക്കാൻ പോകുന്ന 5 സെന്റ് പ്ലോട്ടിനോട് തയ്യാറാക്കിയിട്ടുള്ള 2060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനാണ്. 1366 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഇവിടെ പോർച്ച് വരുന്നുണ്ട്. ഇവിടെയാണ് സിറ്റ് ഔട്ട്. 450-211 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. ഇവിടെയായിട്ടൊരു പ്രയർ റൂം വരുന്നുണ്ട്. ഇത് ലിവിംഗ് ഏരിയ ആണ്. 547-344 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. ഇത് ഡൈനിങ്, ഇവിടെയായിട്ട് കിച്ചൺ. ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. 329-344 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ ബെഡ്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. 694 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. 329-344 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ബാൽക്കണി സ്പേസ്, ഇവിടെ അപ്പർ ലിവിംഗ് സ്പേസും കാണാവുന്നതാണ്.